എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ ബജറ്റ് കൂടാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത്? റിനു. ഉന്മേഷം, തെക്കൻ കേരളത്തിൽ ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാന ബജറ്റ് തന്നെയാണ്. രാവിലെ 8:30 ധനമന്ത്രി വീട്ടിൽ നിന്ന് എത്തി 9 മണിക്ക് തിരുവനന്തപുരം നമ്മുടെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകും. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം ബജറ്റിനെ ഉറ്റുനോക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. മറ്റൊന്ന് ലോക കേരള സഭയാണ്. നമുക്കറിയാം 5ാമത് ലോക കേരള സഭയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശാഗന്ധി വെച്ച് ഔദ്യോഗികമായി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ 10 മണി മുതൽ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നിയമസഭയ്ക്കുള്ളിൽ ഏകദേശം 125 രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. വലിയ ആഘോഷത്തോടുകൂടി വലിയ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യ ലോക കേരള സഭയിൽ 35 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തതെങ്കിൽ ഇപ്പോൾ 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇത്തവണയും പ്രതിപക്ഷം വലിയ രീതിയിൽ ഒരു സമ്മേളനത്തെ ബഹിഷ്കരിക്കുവാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED ഒരു വലിയ ഇടപെടലിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുവാൻ വേണ്ടി ED തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ശാസ്ത്രീയ പരിശോധന ഫലം അന്തിമമായി നൽകുന്നതിന് വേണ്ടി VSSCയിലെ ശാസ്ത്രജ്ഞന്മാർ അവസാനവട്ട പരിശോധനകളിലാണ്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അന്തിമമായിട്ടുള്ള വിവരങ്ങൾ കോടതിയിൽ നൽകും എന്നുള്ളതാണ്. കുറ്റപത്രം ഉൾപ്പെടെ തയ്യാറാക്കി നൽകും എന്നുള്ളതാണ്. സ്വാഭാവിക ജാമ്യമടക്കം പ്രതികൾ നേടി പുറത്തേക്കിറങ്ങുന്ന സാഹചര്യത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പഴുതുകൾ അടച്ചുള്ള കുറ്റപത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സമഗ്രമാണ് ഇന്നത്തെ ദിവസം. ഏറ്റവും പ്രധാനം സംസ്ഥാന ബജറ്റ് തന്നെയാണ് തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ വാർത്ത. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.